പ്രൈസ് ലോർഡ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവചനങ്ങളിലെ കാലഘട്ടങ്ങളുടെ വിവരണത്തിൽ ഉള്ള വ്യതിയാനങ്ങൾ എന്തെല്ലാമാണ്? ഇക്കാര്യത്തെക്കുറിച്ചാണ് താഴെ വിവരിച്ചിരിക്കുന്നത്. അത് വായിക്കാം. ദാനിയേൽ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലെ സംക്ഷിപ്ത കാര്യങ്ങൾ താഴെ വിവരിക്കുന്നു. 1-ാം അധ്യായം ദാനിയേലടക്കം 4 എബ്രായ ബാലന്മാരെ നെബൂഖദ്നേസർ രാജാവിൻ്റെ വിശിഷ്ട സേവകരായി നിയമിക്കുന്നു. 1-ാം അധ്യായത്തിലെ കാര്യങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. അതിൽ ആ നിയമനത്തെക്കുറിച്ച് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഡീറ്റെയിൽസ് ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം അതെങ്ങനെ വന്നു എന്താണെന്നുള്ളതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 2-ാം അധ്യായമാണ്. ഈ അധ്യായം വെളിപ്പാട് പുസ്തകവുമായി വളരെ ബന്ധമുള്ളതാണ്. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം പഞ്ചലോഹ നിർമ്മിതമായ ഒരു പ്രതിമ കാണുകയും ആ സ്വപ്നം അവൻ മറന്നുപോയതിനാൽ ആ സ്വപ്നം എന്തായിരുന്നുവെന്നും ആ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്നും ബാബേൽ രാജ്യത്തിലെ യാതൊരു മന്ത്രവാദികൾക്കോ അഭിചാരകന്മാർക്കോ പറയാൻ സാധിക്കാതിരുന്നപ്പോൾ ദാനിയേൽ ഈ കാര്യം ദൈവസഹായത്താൽ രാജാവിൻ്റെ മുമ്പിൽ വ്യക്തമായി വിവരിക്കുന്നു. വീഡിയോ നമ്പർ 1 ഫേസ്ബുക്ക് ഫയൽ സീരിയൽ നമ്പർ 7 കാണുക. അതിലിത് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അടുത്ത 3-ാം അധ്യായം നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ സ്വർണ്ണപ്രതിമ ഉണ്ടാക്കുകയും തൻ്റെ രാജ്യത്തിലെ സകലരോടും അതിനെ നമസ്കരിക്കുവാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ജ്ഞാനികളായ 3 എബ്രായ ബാലന്മാർ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ കൽപ്പനയെ അനുസരിച്ച് തയ്യാറാകാത്തതിനാൽ അവരെ എരിയുന്ന തീച്ചൂളയിൽ ജീവനോടെ ഇട്ടുകളഞ്ഞെങ്കിലും അവർ യാതൊരു കേടും കൂടാതെ തീച്ചൂളയിൽ നടക്കുവാൻ ദൈവം ഇടയാക്കി. ഇത് കണ്ട് ഭയപ്പെട്ട രാജാവ് ഈ എബ്രായ ബാലന്മാരോട് തീച്ചൂളയിൽ നിന്നും പുറത്തു വരുവാൻ കൽപ്പിച്ചു. അവർ പുറത്തു വന്നു. എന്നാൽ അവരെ തീച്ചൂളയിലേക്ക് ബന്ധനസ്ഥരാക്കി കൊണ്ടുപോയ പടയാളികൾ തീയിൽ വെന്തു മരിച്ചു. പിന്നീട് രാജാവ് ഈ എബ്രായ ബാലന്മാർക്ക് രാജ്യത്ത് ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൊടുത്ത് ബഹുമാനിച്ചു. 3-ാം അധ്യായം വായിച്ചു നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാവും. പിന്നെ അടുത്തത് 4-ാം അധ്യായം നെബൂഖദ്നേസർ രാജാവ് കണ്ട ഒരു വലിയ വൃക്ഷത്തിൻ്റെ സ്വപ്നാർത്ഥം രാജ്യത്ത് മറ്റൊരു വ്യക്തികൾക്കും വ്യാഖ്യാനിക്കാൻ സാധിക്കാതെ ഇരുന്നപ്പോൾ ദാനിയേൽ രാജാവിന് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം വിവരിച്ച് പ്രകാരം രാജാവിന് അതുപോലെ തന്നെ സംഭവിച്ച കാര്യമാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. ദാനിയേൽ പ്രവചിച്ച പോലെ തന്നെ 7 വർഷം നെബൂഖദ്നേസർ കാട്ടിൽ വന്യമൃഗങ്ങളുടെ കൂടെ മൃഗതുല്യമായി ജീവിച്ചതായും അതിനുശേഷം അവന് ബോധം വരികയും രാജത്വം തിരിച്ചു ലഭിക്കുകയും ചെയ്തതായും ഈ അധ്യായത്തിൽ കാണാം. അത് വായിച്ചു നോക്കിയാൽ അത് ഡീറ്റെയിൽസ് മനസ്സിലാവും. പിന്നെ 5-ാം അധ്യായമാണ്. നെബൂഖദ്നേസർ രാജാവിൻ്റെ കൊച്ചുമകൻ ബേൽഷസ്സർ രാജാവ് വലിയ ഒരു വിരുന്ന് കഴിച്ച സമയത്ത് സ്വർഗസ്ഥനായ ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് ജെറുസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന പൊൻവെള്ളി പാത്രങ്ങളിൽ മദ്യം വിളമ്പി. ആ സമയത്ത് ഒരെഴുത്ത് ചുമരിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ ഭയപ്പെടുകയും ശരീരത്തിന് ബലഹീനത സംഭവിക്കുകയും ആ എഴുത്തിൻ്റെ അർത്ഥമറിയാതെ വ്യാകുലപ്പെടുകയും ചെയ്തു. ഈ എഴുത്ത് എന്താണെന്ന് രാജ്യത്തുള്ള വിദ്വാൻമാരിൽ ദാനിയേൽ ഒഴികെ ആർക്കും വ്യാഖ്യാനിക്കാൻ സാധിച്ചില്ല. ദാനിയേൽ രാജാവിന് അർത്ഥം വിശദീകരിച്ചതിന് പ്രകാരം അവൻ്റെ രാജ്യത്വം ദൈവം മേദ്യർക്കും പാർസികൾക്കും കൊടുത്തു. ദാനിയേൽ ഇക്കാര്യം പറഞ്ഞ അന്ന് രാത്രി തന്നെ ബേൽഷസ്സർ കൊല്ലപ്പെടുകയും മേദ്യനായ ദാര്യാവേശ് രാജ്യത്വം പ്രാപിക്കുകയും ചെയ്തു. ഇനി 6-ാം അധ്യായം. അതിവിശിഷ്ട വ്യക്തിത്വമായിരുന്ന ദാനിയേലിൻ്റെ ഉയർച്ചയിൽ അസൂയ തോന്നിയ ദേശത്തിലെ മറ്റു ദേശാധിപതിമാർ ദാനിയേലിനെ കൊലപ്പെടുത്താൻ ഒരു ഗൂഢതന്ത്രം മെനഞ്ഞു. രാജാവിനെ വശീകരിച്ചുകൊണ്ട് രാജാവിനോടല്ലാതെ വേറെ ആരോടും ഒരു മാസക്കാലം പ്രാർത്ഥിക്കുന്നവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കൊല്ലിക്കണം എന്ന ഒരു കൽപ്പന അവർ രാജാവിൽ നിന്നും സമ്പാദിച്ചു. എന്നാൽ ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തോടുള്ള തൻ്റെ പ്രാർത്ഥന നിർത്തിയില്ല. ഇക്കാര്യം ശത്രുക്കൾ രാജാവിനെ അറിയിച്ചപ്പോൾ രാജാവ് മനസ്സില്ലാ മനസ്സോടെ ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ടു. എന്നാൽ സിംഹങ്ങളുടെ വായ് ദൈവം അടച്ചു കളഞ്ഞതുകൊണ്ട് ഒരു ദോഷവും ദാനിയേലിന് സംഭവിച്ചില്ല. അസ്വസ്ഥനായിരുന്ന രാജാവ് അടുത്ത ദിവസം ദാനിയേലിനെ ഇട്ടിരുന്ന
ഗുഹാമുഖത്ത് വന്ന് ദാനിയേലിനെ വിളിച്ചപ്പോൾ ദാനിയേൽ സുരക്ഷിതനായിരിക്കുന്നു എന്ന് മനസ്സിലായി. ഉടനെ ദാനിയേലിനെ ഗുഹയിൽ നിന്നും പുറത്തെടുക്കുകയും ദാനിയേലിനെ കുറ്റം ചുമത്തിയ ശത്രുക്കളെ സിംഹഗുഹയിൽ ഇട്ടുകളയും സിംഹങ്ങൾ അവരെ കടിച്ചു കീറി ഭക്ഷണമാക്കുകയും ചെയ്തു. 7-ാം അധ്യായം. 2-ാം അധ്യായത്തിനു പുറമെ 7-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെയും വെളിപ്പാട് പുസ്തകവുമായി വളരെ ബന്ധമുള്ളതാണ്. 7-ാം അധ്യായത്തിലെ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ 8-ാം അധ്യായത്തിലെ കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള അവതാരത്തിന് മുമ്പ് സംഭവിച്ചിട്ടുള്ളതാണ്. ഈ വ്യത്യാസം കണ്ണുക്കലെടുത്ത് വേണം കാര്യങ്ങൾ ഗ്രഹിക്കാൻ. ഈ അധ്യായത്തിൽ ദാനിയേൽ 4 മഹാമൃഗങ്ങളുടെ ദർശനം കാണുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ 3 മൃഗങ്ങൾ സിംഹത്തിന്റെയും കരടിയുടെയും പുള്ളിപ്പുലിയുടെയും രൂപസാദൃശ്യം ഉള്ളവയാണ്. ഈ 3 മൃഗങ്ങളിൽ ഒന്നാമത്തെ മൃഗം ഒന്നാം ലോകമായ യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായും രണ്ടാമത്തെ മൃഗം രണ്ടാമത്തെ ലോകമായ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുമായും മൂന്നാമത്തെ മൃഗം മൂന്നാം ലോകമായ ഇന്ത്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായും ബന്ധമുള്ളതാണ്. എന്നാൽ പരമ്പരാഗത ചിന്താഗതി അനുസരിച്ച് ഈ 3 മൃഗങ്ങൾ ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീസ് എന്നിവയാണ്. തെറ്റായ ഒരു വ്യാഖ്യാനമാണിത്. നാലാമത്തെ ഘോരവും ഭയങ്കരവുമായി 10 കൊമ്പുള്ള മൃഗം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള അന്തിക്രിസ്തു തന്നെയാണ്. അത് ഒന്ന് വായിക്കാം. വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നു ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും അധികാരവും കൊടുത്തു. ഇപ്പൊ നേരത്തെ പറഞ്ഞ 3 മൃഗങ്ങളുടെ ഒരു മിക്സറായിട്ടാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. ഈ മൃഗമാണ് മറ്റു 3 മൃഗങ്ങളുടെയും മേൽ ചവിട്ടി നിന്ന് ഭരിക്കുന്നതായി ദാനിയേൽ കാണുന്നത്. അതായത് സകല ലോകത്തിന്റെയും മേൽ അന്തിക്രിസ്തുവിന് അധികാരം ഉണ്ടായിരിക്കും എന്നർത്ഥം. എന്നാൽ പരമ്പരാഗത ചിന്താഗതി അനുസരിച്ച് വീണുപോയ റോമാ സാമ്രാജ്യമാണ് ഈ 4-ാമത്തെ 10 കൊമ്പുള്ള മൃഗം. ഇതും വളരെ തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. ഈ 4 മൃഗങ്ങളുടെയും വെളിപ്പാട് പുസ്തകത്തിലെ മൃഗങ്ങളുമായുള്ള താരതമ്യ പഠനം യൂട്യൂബ് വീഡിയോ നമ്പർ 5.1-ലും ഫേസ്ബുക്ക് ഫയൽ സീരിയൽ നമ്പർ 81-ലും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അന്തിക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ അവസാനത്തെക്കുറിച്ചും യേശുക്രിസ്തു വിശുദ്ധന്മാർക്ക് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചും ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ എഴുതിയിരിക്കുന്നു. ഈ അധ്യായത്തിലെ 10-ാം വാക്യത്തിൽ ന്യായവിസ്താരസഭ ഇരുന്നുകൊണ്ട് എന്നുള്ള വചനം മുതൽ 12-ാം വാക്യം തീരുന്നതുവരെയുള്ള വചനങ്ങൾ 14-ാം വാക്യത്തിനും 15-ാം വാക്യത്തിനും ഇടയിൽ വരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി യൂട്യൂബ് വീഡിയോ 69, ഫേസ്ബുക്ക് ഫയൽ 90 എന്നിവ കാണുക. പിന്നെ 8-ാം അധ്യായം ബാബേൽ രാജാക്കന്മാരിൽ അവസാന രാജാവായിരുന്ന ബേൽഷസ്സർ രാജാവിന്റെ വാഴ്ചയുടെ കാലത്ത് ദാനിയേൽ കണ്ട ഒരു ദർശനമാണ് ഈ അധ്യായത്തിലുള്ളത്. ഈ അധ്യായത്തിലെ കാര്യങ്ങളെല്ലാം 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു കഴിഞ്ഞതാണ്. അതിനാൽ ഈ അധ്യായം 7-ാം അധ്യായത്തിന് മുമ്പാണ് വരേണ്ടിയിരുന്നത്. ഈ പുസ്തകം ക്രോഡീകരിച്ചതിൽ ഉണ്ടായ ഒരു പിശകാണിത്. ഇതുമൂലം വെളിപ്പാട് പുസ്തക ചിത്രങ്ങൾ മുൻകാലങ്ങളിൽ വരച്ചതിൽ വലിയ തെറ്റ് വന്നിട്ടുണ്ട്. ഈ തെറ്റ് തിരുത്താതെ ഇപ്പോഴും സുവിശേഷകന്മാർ ആ തെറ്റായ ചിത്രങ്ങൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ ചെമ്മരിയാടിനെക്കുറിച്ചും ഒറ്റക്കൊമ്പുള്ള ഒരു കോലാടിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ഇവ മേദ്യ പേർഷ്യ രാജ്യത്വവും യവന രാജ്യത്വവുമാണ്. അതിനുശേഷം ഭരിച്ചത് യവന രാജ്യത്തിൽ നിന്നും ഉത്ഭവിച്ച 4 രാജാക്കന്മാരാണ്. ഇവർ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ 4 സൈന്യാധിപന്മാരായിരുന്നു. ഈ 4 പേരിൽ ഒരുവനിൽ നിന്നും ഉത്ഭവിച്ച അന്ത്യോക്കസ് പോർ എന്ന ഒരു രാജാവ് അന്നുകാലത്ത് ഭീകരഭരണം നടത്തി. അവനെ വരാൻ പോകുന്ന അന്തിക്രിസ്തുവിനോട് തുലനം ചെയ്തിരിക്കുന്നു. പിന്നെ 9-ാം അധ്യായം. ഈ അധ്യായത്തിൽ പ്രധാന ദൂതന്മാരിൽ ഒരുവനായ ഗബ്രിയേൽ ഭാവി കാലങ്ങളെക്കുറിച്ച് ദാനിയേലിനെ ചുരുക്കമായി അറിയിച്ച കാര്യങ്ങളാണ് ഉള്ളത്. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നെഹമ്യാവിന്റെ അഭ്യർത്ഥന പ്രകാരം അന്നത്തെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ച സമയം മുതൽ യുഗാന്ത്യം വരെ 70 ആഴ്ചവട്ടം നിയമിക്കപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ചും അവസാനത്തെ ആഴ്ചവട്ടത്തെക്കുറിച്ചും 7 വർഷം, ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും അന്തിക്രിസ്തുവിന്റെ അവസാനത്തെക്കുറിച്ചും ഈ അധ്യായത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. 9-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം. മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ 10-ാം അധ്യായം ക്രിസ്തു ദാനിയേലിന് വെളിപ്പെട്ടതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ളത്.
വെളിപ്പാട് 1-ാം അധ്യായത്തിലും ഇതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ദർശനം അപ്പസ്തോലനായ യോഹന്നാന് വെളിപ്പെട്ട കാര്യം എഴുതിയിരിക്കുന്നു. ഇതേക്കുറിച്ച് യൂട്യൂബ് വീഡിയോ നമ്പർ 67-ലും ഫേസ്ബുക്ക് ഫയൽ നമ്പർ 87-ലും വിശദീകരിച്ചിട്ടുണ്ട്. ഈ ദർശനത്തിൽ യേശു വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് അറിയിക്കാനാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 11, 12 അധ്യായങ്ങളിലാണ് ഇവ ഉള്ളത്. ഭാവി കാര്യങ്ങൾ ദൈവമക്കൾ അറിയാൻ പാടില്ല എന്ന് സാത്താൻ ആഗ്രഹിക്കുന്നതായി ഈ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാവികാല പ്രവചനങ്ങൾ ഏറ്റവും അധികം എഴുതപ്പെട്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തക പഠനം സാത്താൻ ഏറ്റവും വെറുക്കുന്നത്. പിന്നെ 11-ാം അധ്യായം. ഈ അധ്യായം തുടങ്ങുന്നത് ദാര്യാവേശ് രാജാവിന്റെ കാലം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. മേദ്യ പേർഷ്യ രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞ് യവന രാജ്യം അന്യാധീനപ്പെട്ട ശേഷം അന്ത്യോക്കസ് IV എന്ന ഒരു രാജാവ് എഴുന്നേറ്റ് കഠിന നിയമങ്ങൾ നടപ്പാക്കുകയും ജനത്തെ, പ്രത്യേകിച്ച് ഇസ്രായേലിനെ ഉപദ്രവിക്കുകയും ചെയ്യുമെന്ന് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. 8-ാം അധ്യായത്തിലും ഇക്കാര്യം വിവരിച്ചിട്ടുണ്ട്. അന്ത്യോക്കസ് IV ചുരുങ്ങിയ കാലത്തെ ഭരണം 7 വർഷത്തിൽ താഴെ മാത്രമായിരുന്നു. അന്തിക്രിസ്തുവിന്റെ കാലവും ഫലത്തിൽ 7 വർഷത്തിൽ താഴെ മാത്രമാണ്. അന്ത്യോക്കസ് IV ഭരണം വരാൻ പോകുന്ന അന്തിക്രിസ്തുവിനെ പോലെ ആയിരുന്നു. യഹൂദന്മാരുടെ ദേവാലയത്തിൽ പന്നികളെ യാഗം കഴിച്ച് ദേവാലയം അശുദ്ധമാക്കിയവനാണ് അവൻ. ഈ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും അന്ത്യോക്കസ് IV പ്രവർത്തനങ്ങളോടും യുദ്ധങ്ങളോടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 37 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇവിടെ എഴുതിയിരിക്കുന്നതനുസരിച്ച് ഈ രാജാവിനോട് മറ്റു ചില രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നതായി കാണുന്നു. 40-ാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അന്തിക്രിസ്തു ലോകം മുഴുവൻ അധികാരമുള്ള വ്യക്തിയായിരിക്കും. എന്തുകൊണ്ടെന്നാൽ വെളിപ്പാട് 19:19 അന്തിക്രിസ്തുവും ദുരാജാക്കന്മാരും യേശുക്രിസ്തുവിനോട് യുദ്ധം ചെയ്യാൻ വരുമെന്ന് എഴുതിയിരിക്കുന്നു. അതിനാൽ 37 മുതൽ 45 വരെയുള്ള വാക്യങ്ങളും അന്ത്യോക്കസ് IV കുറിച്ചാകാനാണ് സാധ്യത. വെളിപ്പാട് 12 മുതൽ 14 വരെങ്ങളിൽ 10 രാജാക്കന്മാരും അന്ത്യക്രിസ്തുവിനോടൊപ്പം യേശുക്രിസ്തുവിനോടും ഇസ്രായേൽ ജനത്തോടും പോരാടുമെന്ന് എഴുതിയിരിക്കുന്നു. അതിനാൽ അവസാന സമയത്ത് യുദ്ധം ചെയ്യുന്ന ചില രാജാക്കന്മാർ അന്ത്യക്രിസ്തുവിനോട് യുദ്ധം ചെയ്യുമെന്ന് ചിന്തിക്കുന്നത് യുക്തിസഹമല്ല. 12-ാം അധ്യായം. ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ പ്രധാന ദൂതനായ മിഖായേൽ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം സംഭവിക്കുന്നത് അന്ത്യക്രിസ്തുവിന്റെ ഭരണത്തിന്റെ 2-ാം പകുതിയുടെ ആരംഭത്തിലാണ്. വെളിപ്പാട് 12:7 അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പഴവെട്ടി തന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പഴവെട്ടി ജയിച്ചില്ലതാൻ. ഇതാണ് ആ വചനം. അതിനുശേഷമാണ് മഹോപദ്രവം 3.5 വർഷക്കാലം ഉണ്ടാകുന്നതെന്നാണ് 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും എന്നത് 1000 ആണ്ട് കഴിഞ്ഞ് അന്ത്യവിധി സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്ന 1290, 1335 ദിവസങ്ങളെക്കുറിച്ച് യൂട്യൂബ് വീഡിയോ നമ്പർ 74, ഫേസ്ബുക്ക് ഫയൽ നമ്പർ 93 എന്നിവ കണ്ടാൽ മനസ്സിലാക്കാം. ഇത്രയും പറഞ്ഞോളൂ.